മുക്കം മുഹമ്മദ് മീഡിയ വണ്ണോട് സംസാരിച്ചപ്പോൾ NCP അത് AK ശശീന്ദ്രന് നൽകാവുന്ന എല്ലാം നൽകി കഴിഞ്ഞു. ഇനി അദ്ദേഹം മാറി നിൽക്കും, പുതിയ സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കുമെന്നൊക്കെ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ AK ശശീന്ദ്രന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതല്ല മനസ്സിലാകുന്നത്. അതായത് മുക്കം മുഹമ്മദ് പറഞ്ഞതുപോലെ അദ്ദേഹം മാറി നിൽക്കാനുള്ള ഒരു സൂചനയൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ NCPയിലെ കലഹവും പടലപ്പിണക്കവും ഇതേ രീതിയിൽ തുടരും തെരഞ്ഞെടുപ്പ് വരെ. AK ശശീന്ദ്രൻ നിർത്താനുള്ള പരിപാടിയില്ല അല്ലേ? അതെ. ജിൽസി നൗഫലി പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം LDF സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് NCP ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നത്. അതും പരസ്യമായി തന്നെ ഈ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ NCPയുടെ ജില്ലാ പ്രസിഡന്റായ മുക്കം മുഹമ്മദാണ് ഈ AK ശശീന്ദ്രൻ ഇനി മത്സരിക്കില്ല എന്നുള്ളൊരു നിലപാടുമായി മുന്നോട്ടെത്തിയത്. അതിന് ജനങ്ങളും പാർട്ടിയും ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹവും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. AK ശശീന്ദ്രൻ ഇതിനു മുൻപ് തന്നെ തനിക്ക് മാന്യമായ ഒരു പടിയിറക്കമാണ് ആവശ്യം, അതായത് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ പടിയിറക്കമാണ് ആവശ്യം എന്നുള്ള തരത്തിൽ വികാരാതീതനായി ഇതിനു മുൻപൊരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മന്ത്രിസഭാ ചർച്ചകളൊക്കെ ഈ മന്ത്രിസഭാ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ശശീന്ദ്രനൊപ്പം നിന്നതാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയൊക്കെ. ആ സമയത്തൊക്കെ തന്നെ തനിക്ക് മാന്യമായൊരു പടിയിറക്കമാണ് ആവശ്യം, അതിനു മുൻപ് ഇത്തരത്തിൽ പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോകേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. അത് പാർട്ടിയും അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം 7 തവണ ഇത്തരത്തിൽ MLA ആയി മത്സരിച്ച ഒരാൾക്ക് വീണ്ടും ഇനിയൊരു ചാൻസ് കൊടുക്കാൻ പാർട്ടിയും അതുപോലെ തന്നെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഈ യുവജനങ്ങൾക്ക് വഴിമാറി കൊടുക്കാനാണ് AK ശശീന്ദ്രൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ജില്ലാ പ്രസിഡന്റ് NCPയുടെ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ടാണ് ഇന്ന് ഈ AK ശശീന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മുക്കം മുഹമ്മദിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമായി വന്ന ഉത്തരം, അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എന്ത് പറയുന്നു, പാർട്ടി ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്, അതുവരെ അതായിരിക്കും ഈ NCPയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി. അതുവരെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത് നല്ലതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തനിക്ക് മത്സരിക്കേണ്ട അല്ലെങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതുവരെ AK ശശീന്ദ്രൻ പറഞ്ഞിട്ടില്ല. താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന കാര്യം പറഞ്ഞിട്ടില്ല. തനിക്കിനിയും മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലുള്ള ഒരു സംസാരം തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ വിജയ സാധ്യതയുള്ള ആൾ തന്നെയാണ് മത്സരിക്കേണ്ടത്. അത് സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും മത്സരിക്കണോ, ഇത് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയുടെ തീരുമാനം എങ്ങനെയായിരിക്കോ അതിനൊപ്പമായിരിക്കും താനും മുന്നോട്ട് നീങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് AK ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ മത്സരരംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ AK ശശീന്ദ്രനും താല്പര്യമില്ല, മത്സരിപ്പിക്കാൻ പാർട്ടിക്കും താല്പര്യമില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജിൽസി നൗഫൽ.